ഹായ് ഡേ ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും പരിപാടിയും? അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ അടന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ അത്തായൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു സുബൈക്ക്. അത് കഴിഞ്ഞ് ഇതാ രാവിലെ എഴുന്നേറ്റു മോനെ ഗടിയിപ്പിച്ച് അവന് പല്ല് തേച്ചോടെ നടപ്പുണ്ട് കേട്ടോ. അവന് സ്കൂളുണ്ട്, മക്കൾക്കും സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം അലക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെയിലായ വലിയ പാടാണ്, അതുകൊണ്ട് അലക്കി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവനെ എണീപ്പിച്ച് പല്ലൊക്കെ തേച്ച് അവന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് അലക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് സിറ്റൗട്ട് വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ചെടികളൊക്കെ നോക്കിയിട്ട് ചുമ്മാ വന്ന് ഇരുന്നതാണ്. അപ്പോഴാണ് മുറ്റത്ത് ഒരുപാട് ചപ്പുള്ളത് കണ്ടിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കി എടുക്കലേക്കാം. അപ്പം നമ്മൾ രാവിലത്തെ ഇരുത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നേരം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലമായ വെള്ളം നന്നായിട്ട് മുറ്റത്തോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ മുറ്റത്ത് കുറച്ച് ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞു കുറ്റിച്ചൂല് വെച്ചിട്ട് അടിച്ച് വരികയാൽ ചപ്പൊക്കെ നീങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അല്ലറ ചില്ലറ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ട്, എന്നാലും പുല്ല് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ചപ്പൊക്കെ കൂട്ടി ഇതുപോലെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. കരിയിലകളാണ് കേട്ടോ അധികം കൂടുതലുള്ളത്. അപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് കിടന്ന് കത്തുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് എന്താക്കാം, ചെടികൾക്ക് വെള്ളം നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓസൊക്കെ കുത്തി ചെടിക്ക് വെള്ളം നനച്ച് കൊടുക്കട്ടെ. നമ്മൾ ഡെയിലി ചെടിക്ക് വെള്ളം നനക്കൊന്നുമില്ല കേട്ടോ. ഒന്നെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അടിച്ചാൽ നാളെ വൈകിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ കുഴിച്ചിട്ടതല്ലേ, അപ്പോൾ എന്തായാലും ചെടീനെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഇപ്പം വെയിലും കൂടെ ആയതുകൊണ്ട് തന്നെ വെള്ളം കിട്ടാഞ്ഞാൽ പെട്ടെന്ന് ചെടികളൊക്കെ വാടിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു സപ്പോർട്ടായി കുഴിച്ചിട്ടിട്ട് ഒരുപാട് കാലങ്ങളായിട്ടോ. പക്ഷെ അത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാറുണ്ടോ. പക്ഷെ എന്നും വെള്ളം കൊടുക്കുന്നുണ്ട്, വളമിട്ട് കൊടുക്കുന്നു, എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഇൻഡോർ പ്ലാന്റും കൂടെ നമ്മൾ പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പച്ചക്കറികൾ കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതാ നമ്മൾ ചീര, ഇത് തന്നെത്താലം ഉണ്ടായതാണ് കേട്ടോ. നമ്മൾ കുഴിച്ചിട്ടതൊന്നല്ല, എന്തെങ്കിലും വിത്തിട്ടതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചതാ നല്ല കാന്താരിമുളക് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ വയനാട് പോയപ്പം അവിടെ നിന്ന് ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വലിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതാ കാന്താരിമുളക് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാന്താരിമുളകൊന്നും അങ്ങനെ എവിടെയും കാണാറില്ല കേട്ടോ. പക്ഷെ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മൾ എയർപോർട്ട് ഗാർഡനിൽ ഒരു അമ്പായങ്ങ തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കായ്ച്ചതാ അമ്പായങ്ങ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോൾ കേട്ടോ സിറ്റൗട്ടിൽ ഒരുപാട് ഡ്രസ്സ് ഇത് ഇന്നലെ രാത്രി മടക്കി വെച്ചതാണ് കേട്ടോ. അപ്പം അന്നേരത്ത് മടിയായിട്ട് എടുത്ത് വെച്ചില്ലായിരുന്നു. പിന്നെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും ഷെൽഫിലും കൊണ്ടുപോയി വെച്ചതിന് ശേഷം നേരെ അകം തൂത്ത് വരാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ എല്ലാ റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തട്ടി വിരിച്ച് മേശ എല്ലായിടത്തും തട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചപ്പൊക്കെ അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടിച്ച് വരിയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ. അപ്പോൾ ഇന്ന് തുടക്കുന്നില്ല കേട്ടോ, ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് തുടക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ജിമ്മിലും പോകാനുണ്ട്, അതുകൊണ്ട് തുടക്കുന്നില്ല. പെട്ടെന്ന് അടിച്ചു കയറിയിട്ട് മോനെ സ്കൂളിൽ പറഞ്ഞു വിടണം കേട്ടോ. അപ്പോൾ അവനെ അങ്ങനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് അവൻ്റെ ഉപ്പയുടെ കൂടെ സ്കൂളിലോട്ട് വിടാനുള്ള പരിപാടിയായിട്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂള്. പക്ഷെ അവൻ്റെ ഉപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ പറയും ഉപ്പയുടെ കൂടെ പോകുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് അവനെ അവൻ്റെ ഉപ്പ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും അവൻ പോയിട്ട് വരട്ടെ കേട്ടോ. അവന് രാവിലെ സലാം പറയാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അസ്സലാമു പറയുന്ന കേട്ട് പറയും. അസ്സലാമു അലൈക്കും. അവനെ പറഞ്ഞു വിട്ട് ഞാനും ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ടെക്കായും ഉണ്ടായിരുന്നു കൂടെ കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടോട്ടി മേഴ്സി ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് എന്താക്കാം, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.